ശനിയാഴ്ചത്തെ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ റോസ്റ്റ് ആയിരുന്നു സ്പെഷ്യൽ എങ്കിൽ ഞായറാഴ്ച ജിൻഡോയും ജാസ്മിനെയും പൊരിച്ചതായിരുന്നു സ്പെഷ്യൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവർക്കൊക്കെ അപ്പുറം ബിഗ് ബോസ് ഹൗസിലും സോഷ്യൽ മീഡിയയിലും ഏഷ്യാനെറ്റിലും യാതൊരുവിധ കണ്ടന്റുകളും ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെതായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഇതിനു മുമ്പുള്ള പല സീസണുകളും അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റുകളും അതിനപ്പുറം കുറെ എന്റർടൈൻമെന്റ്സുകളും തന്നിരുന്ന ഒരു ഗെയിം ഷോ ആയിരുന്നു ബിഗ് ബോസ്. പക്ഷെ ഈ ഒരു സീസണിലേക്ക് വരുമ്പം വളരെ കുറച്ച് ആളുകൾ മാത്രം തുറന്ന് സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ പ്രേക്ഷകരുടെ മുമ്പിൽ തെറ്റുകാരാവുകയാണ് ചെയ്യുന്നുള്ളൂ. തൻ്റെടിയാവുകയും അല്ലെങ്കിൽ അഹങ്കാരിയാവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സെനാറിയോ മാത്രമേ കാണുന്നുള്ളൂ. ഒരു ഗെയിമും കളിക്കാതെ ഇവൻ അവിടെ തരുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് പോലും മര്യാദയ്ക്ക് പങ്കെടുക്കാൻ ശ്രമിക്കാതെ അവിടെ ഇവിടെ നിന്നു പോകുന്ന കുറച്ച് മത്സരാർത്ഥികളുണ്ട്. പല വീക്കെൻഡ് എപ്പിസോഡുകളിലും ഫേസ് സ്ക്രീനിൽ വരാത്ത അല്ലെങ്കിൽ ലാലേട്ടൻ വിളിച്ച് സംസാരിക്കാത്ത മത്സരാർത്ഥികളുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ പോലും തൻ്റെതായ നിലപാടുകളെ തുറന്നു പറയാൻ കഴിയാത്ത, തുറന്നു പറയേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ മുൻപിൽ നിന്നിട്ടൊരു ഗെയിം കളിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി പോലും അതൊരു ഗെയിമിന്റെ സ്ട്രാറ്റജി എങ്കിലും ആണെന്ന് വിചാരിക്കാം. ഇത് അത്തരത്തിൽ പോലും ബിഗ് ബോസിനെ ഒരു ഗെയിം ആയിട്ട് പോലും കാണാതെ ആ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് നീന്തി പോകുന്ന ഒരു സെറ്റപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവരെ തിരിച്ചറിയുക, അവരെ എവിക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് അകത്ത് നിർത്തുകയോ പുറത്തേക്ക് വിടുകയോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതിനപ്പുറം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ ആ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ബിഗ് ബോസ് സീസൺ 6 അട്ടറായിട്ട് നമുക്ക് ഭയങ്കര ബോറടിക്കുന്ന ഒരു ഷോ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒന്നും പറയാതെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുകയും അല്ലെങ്കിൽ സംസാരിക്കാതെ അവിടെ എവിടെയും സേഫായിട്ട് നിന്ന് പോകുന്നവരെ വെച്ചിട്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഗെയിമിൽ ഒന്നും നേടാനില്ല. ഈ ആക്റ്റീവായിട്ടുള്ള ആളുകൾ തന്നെ വേണം നമുക്ക് എന്റർടൈൻമെന്റിലേക്ക് തരാൻ. നമ്മളിപ്പോൾ അവരെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എന്തോ ഒരു എന്റർടൈൻമെന്റ് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 43 ആണ്. 42ാമത്തെ ദിവസമാണ് ബിഗ് ബോസ് ഹൗസിൽ. 19 മത്സരാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ ആ വീട്ടിലുള്ളത്. മത്സരാർത്ഥികളുടെ മനുഷ്യത്വത്തെ പറ്റി സംസാരിച്ചിട്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ പേരൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അത് ആ വീട്ടിൽ തീരെ മനസാക്ഷി ഇല്ലാത്തവരുണ്ടെന്നും ഉള്ളവരുണ്ടെന്നും മനസാക്ഷി മാത്രം കാണിച്ചുകൊണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് കളിക്കാത്തവരുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിൻഡോയോട് മനസാക്ഷിയെ പറ്റി ചോദിക്കുമ്പോൾ വളരെ കാവ്യാത്മകമായി മനുഷ്യത്വത്തിന്റെ ഒരു ഡെഫിനിഷനൊക്കെ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. പല സമയത്തും ജിൻഡോ അവിടെ ആ ഒരു ഗെയിം എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു കാര്യമായിരുന്നു മനുഷ്യത്വത്തെ പറ്റി ചോദിക്കുമ്പോഴും ജിൻഡോ പറയുന്നുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം ലാലേട്ടൻ അത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണത്തെ പവർ റൂം റിലേറ്റഡ് ആയിരുന്നു. അത് ഇത്തവണത്തെ പവർ റൂം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പവർ റൂം എന്ന് പറയുന്നത് ഒട്ടും മനസാക്ഷി ഇല്ലാതിരുന്ന അല്ലെങ്കിൽ മനുഷ്യത്വം തീരെ കാണിക്കാത്ത പവർ റൂം ആയിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലരിൽ നിന്നും ആ വീട്ടിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ അതിന്റെ കുറെ ഡെഫിനിഷൻസും കാര്യങ്ങളും തരുന്നതോടൊപ്പം ഇന്ന ആളുകൾക്ക് തീരെ മനസാക്ഷി ഇല്ല എന്നുള്ളതൊക്കെ തുറന്നു പറഞ്ഞവരുണ്ട്. തുറന്നു പറയാതെ അവിടെ ഇവിടെ നിന്ന് ഒന്നും പറയാത്ത രീതിയിൽ നിന്നവരുമുണ്ട്. അതുപോലെ ജിൻഡോ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്നു ജിൻഡോ. ഒരു പപ്പറ്റായി മാറുന്ന ഒരു സെനാരിയെ പറ്റി തുറന്നടിച്ച് പറയുന്നവരുണ്ട്. മുഖം നോക്കാതെ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ നിലപാടുകളാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രേക്ഷകർ എന്ന നിലയിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവർ എന്ന നിലയിൽ നമുക്കുള്ള ക്ലൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജിൻഡോ അവിടെ ഒരു പപ്പറ്റായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പലരും ചരട് വലിക്കുന്ന ഒരു പപ്പറ്റായിട്ട് മാറുകയാണ് എന്ന് പറയുമ്പോൾ ജിൻഡോ അത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ജിൻഡോയ്ക്ക് കിട്ടുന്ന ഒരു ഹിന്റാണത്. അതുപോലെ പപ്പറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ അവസാനം ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക്. ആ ഒരു ഇതിൽ പോലും ജിൻഡോ മനസ്സിലാക്കുന്നില്ല പുറത്ത് ഇങ്ങനെ ഒരു സാധനമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും ജിൻഡോ പപ്പറ്റാണ് അല്ലെങ്കിൽ നിഴലാണ്, ജിൻഡോ ഒരു കൂലിപ്പടയാളിയാണ്, പ്രത്യേകിച്ച് സിബിന്റെ കൂലിപ്പടയാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ആ വീട്ടിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നത്. പവർ റൂം മൊത്തത്തിൽ ജിൻഡോയെ നല്ല രീതിയിൽ ഈ ആഴ്ച യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പവർ റൂം മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ജിൻഡോയെ നല്ല രീതിക്ക് മുൻനിർത്തി യൂസ് ചെയ്ത് അവരുടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിബിനും ജിൻഡോയും തമ്മിലുള്ള പല കോൺവെർസേഷൻ്റെ വീഡിയോസൊക്കെ ശനിയാഴ്ച കാണിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു പ്രത്യേക തരം ചർച്ചകളും കാര്യങ്ങളൊക്കെ അതിൽ വിസിബിൾ ആവുകയായിരുന്നു. അവസാനം ജിൻഡോയ്ക്ക് ഒരു പപ്പറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ്. എനർജി ബൂസ്റ്റർ ആക്കാനും അല്ലെങ്കിൽ
എനർജി ബൂസ്റ്റ് ആവാനും ഒക്കെ ഉള്ള ഒരു ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പം നിലവിൽ ആ വീട്ടിൽ അവരുടെ എനർജി സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് ചോദിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എനർജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും, അല്ലെങ്കിൽ റീസൺ എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദിക്കുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ പറഞ്ഞവരുമുണ്ട്, മോശമാക്കി ഒരു ആളുടെ ക്യാരക്ടറിനെ മോശമാക്കി പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പൊ ആ ഒരു ഇത് ചാർജ് അല്ലെങ്കിൽ എനർജിയൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഗെയിം ആയിരുന്നു. ആ ഗെയിമും എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ടുള്ള കളികൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ചാൻസ് ആണ് ഇത്തരത്തിൽ വരുന്ന ഗെയിംസ്. എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ മിക്ക വീക്കെൻഡുകളിലും ലാലേട്ടൻ വന്ന് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ജാസ്മിന്റെ വൃത്തിയുടെ കാര്യം. ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ സിബിനും ജിൻഡോയ്ക്കും കിട്ടാനുള്ളതൊക്കെ 2 ദിവസത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം പിന്നെ നോക്കിയാലുള്ളത് ടേൺ ജാസ്മിന്റെ ആണ്. ഓഫ്കോഴ്സ് അങ്ങനെ തന്നെയാണ് എല്ലാ വീക്കിലും പോകുന്നത്. ജാസ്മിന്റെയും ആ ഒരു ടേൺ വന്നു. ജാസ്മിനും നല്ല വയറ് നിറച്ച് ബേഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ വൃത്തിയുടെ കാര്യം വീണ്ടും അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്നെ മാത്രം ചെയ്ത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ജാസ്മിന്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ലാലേട്ടനോട് മാത്രമല്ല, വീട്ടിലുള്ളവരൊക്കെ തന്നെ ജാസ്മിൻ ആദ്യം വന്ന സമയത്തുണ്ടായിരുന്ന ഒരു തുമ്മൽ റിലേറ്റഡ് ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ജാസ്മിൻ അങ്ങനെ ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുശേഷം നമ്മൾ കാണുന്ന മഞ്ഞപ്പിത്തമുള്ള ആളുകൾക്ക് കാണുന്നതൊക്കെ മഞ്ഞയാണ് എന്ന് പറയപ്പെടുന്ന പോലത്തെ ഒരു കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നതാണ് ജാസ്മിൻ തന്റെ നിലപാടിൽ നിന്ന് പറയുന്നത്. അതിനുശേഷം ജാസ്മിൻ ചെയ്യുന്നതിലെല്ലാം ജാസ്മിന്റെ വൃത്തിയെ പറ്റിയിട്ട് ചൊറിഞ്ഞ് തോണ്ടി നോക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിൻഡോ ആയിരുന്നു ആ ഒരു വിഷയമൊക്കെ കുത്തിപ്പൊക്കി വന്നത്. ജിൻഡോ ആയിരുന്നെങ്കിലും അതിന് പുറകിൽ നിന്ന് കരി നീക്കി കൊടുത്തത് സിബിനായിരുന്നു. അതും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് സിബിന്റെ ഗെയിം തന്നെയാണ്, ഒരു നല്ലൊരു ഗെയിം തന്നെയായിരുന്നു അത് കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു സിബിനും ഒരു സ്പേസ് സിബിൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളും വൃത്തിയുടെ കാര്യങ്ങളും ചെരുപ്പിടാത്തതിന്റെ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള മനുഷ്യരുടെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അവിടെ വന്ന് ലാലേട്ടനെ പോലുള്ള ഒരാള് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റന്റുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അതൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനപ്പുറം ലാലേട്ടൻ വന്ന് ഓരോ വീക്കെൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് വൃത്തിയില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മൈക്ക് ധരിക്കാത്തതിന്റെ ഒരു കാര്യം എടുത്തിട്ട് ജാസ്മിനോട് ചോദിക്കുകയും പിന്നെ അതുപോലെ എല്ലാവരെയും വളരെ മോശമായിട്ട് നാമകരണം ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നതൊക്കെ സമയത്ത് ജാസ്മിൻ തിരിച്ച ആ ഒരു ഞാൻ മൈക്ക് ഇപ്പോൾ ഈ ഒരു വീക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു തവണ അങ്ങനെ പറ്റിയിട്ടുള്ളൂ, അതിനപ്പുറം 3ഉം 4ഉം തവണ സംഭവിച്ചവരുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയുകയായിരുന്നു. പക്ഷെ അപ്പോഴും അവിടെ ആലോചിക്കണം, ആ മൈക്ക് ധരിക്കാത്തത് 3ഉം 4ഉം തവണ ഒരു ആഴ്ച ധരിക്കാത്തവരുണ്ടെങ്കിൽ പോലും അവരെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരെടുത്ത് പറയുകയോ ലാലേട്ടൻ ചെയ്യുന്നില്ല. കാരണം കണ്ടന്റ് എന്താണെന്നുള്ളത് ലാലേട്ടനും ബിഗ് ബോസിനും തന്നെ മനസ്സിലായിട്ടുണ്ട്. അവയവദാനം വളരെ മഹത്തായ ഒരു കാര്യമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ബോധവൽക്കരണം നൽകുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം സിബിനും ശ്രീരേഖയും ചേർന്നിട്ട് ഒരു സ്കിറ്റ് അവിടെ ചെയ്യുകയുണ്ടായി. അത് ബിഗ് ബോസ് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ആ ഒരു സ്കിറ്റ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു ഓർഗൻ ഡൊണേഷന്റെ കാര്യങ്ങളെ പറ്റി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലെ ഒരു നേട്ടമായി തന്നെ പറയുന്നു. കാരണം ആ ഒരു ടാസ്കിന് ശേഷം അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം ഒരുപാട് ആളുകൾ ഓർഗൻ ഡൊണേറ്റഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഒത്തിരി പ്രേക്ഷകർ അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പല ആളുകളും പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യം, ബിഗ് ബോസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചെയ്യേണ്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മെസ്സേജസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നലത്തെ ഒരു ഇതിൽ ഓർഗൻ ഡൊണേഷൻ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതോടൊപ്പം ആ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവർക്ക് കൂടിയിട്ട് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പലരും ഡൊണേഷൻ ചെയ്യാനായിട്ട് റെഡിയാണെന്ന് പറഞ്ഞ് ശ്രീരേഖ അത് എണീറ്റെന്ന് പറയുകയും ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾക്ക് ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നോറയുടെയും ജാസ്മിന്റെയും ജയിലിൽ പോയ ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ആ ഒരു സമയത്ത് പുറത്തു നിന്നിട്ടുള്ള ഫുഡ് ജയിലിൽ പോകുന്ന ഒരിക്കലും സുഖവാസത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് പുറത്തു നിന്ന് അകത്തേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് റസ്മിന്റെ മേലൊരു അലിഗേഷൻ വരികയും അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ അതുപോലെ ജാസ്മിനും ഗബ്രിയും ജിൻഡോ വന്നിരിക്കുന്ന സമയത്ത് ആ ഒരുതരം ട്രിഗറിങ് തന്നെയായിരുന്നു അത്. ജാസ്മിനും ഗബ്രിയും കൂടെ ചേർന്ന് ജിൻഡോയെ ട്രിഗർ ചെയ്യാൻ നോക്കുമായിരുന്നു, ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. ജയിലിനകത്ത് കിടക്കുന്ന ഒരാൾക്ക് അത് അങ്ങനെ പറഞ്ഞ ആ ഒരു ഗബ്രീനെയും റസ്മിനെയും ആ ഒരു രീതിയിൽ കുറച്ചൊരു റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഗബ്രിയുടെയൊക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. ഗബ്രി അതിന് മുമ്പ് വരെയുള്ള ഇനിയിപ്പോൾ ജാസ്മിനും ഗബ്രിയും സ്പ്ലിറ്റ് ആയത് കൊണ്ടിട്ട് രണ്ട് ഇതിലേക്ക് ആയതാണോ അതോ അവർ തമ്മിലുണ്ടായിരുന്ന
കാരണം ഒരു സ്ട്രെങ്ത് കുറഞ്ഞ് രണ്ടുപേരും വീക്ക് ആവുന്നതാണോ? പക്ഷേ ജാസ്മിൻ കുറച്ചും കൂടെ കയറി വരുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പ്ലേ ജാസ്മിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ടാസ്കുകളിലാണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. ഗബ്രി കുറച്ച് ഡൗൺ ആവുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും ഗബ്രീനെയും റസ്മിനെയും ഒക്കെ വെച്ചിട്ട് ലാലേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. കുറച്ച് താക്കീതുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എവിക്ഷൻ പ്രോസസ്സിലേക്ക് വന്ന സമയത്ത് ആരെയും ഈ ആഴ്ച എവിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ വീക്ക് ഒന്നിലധികം കണ്ടസ്റ്റന്റുകൾ പുറത്തു പോകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒരാൾ കൂടി അല്ലെങ്കിൽ രണ്ടാൾ കൂടി പുറത്തു പോകും എന്നുള്ളത്. പക്ഷെ അവിടെ വന്ന് കുറേ നാടകീയമായ മുഹൂർത്തങ്ങൾക്കൊക്കെ ശേഷം ആരെയും എവിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സാക്ഷി വിചാരിച്ച് ഞാൻ ആരെയും എവിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് പക്ഷെ ഒരു കാഴ്ചക്കാരെ ഒരു അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായി പോയി. കാരണം ഈ പറയുന്ന ഇപ്പം 43ാമത്തെ ദിവസമൊക്കെ ആവുകയാണ് ബിഗ് ബോസ് ഹൗസിൽ. ഈ 43 ദിവസമായിട്ട് ഒരേ ആളുകളുടെ മുഖം ഒരേ രീതിയിലുള്ള ഗെയിമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഓരോ ആഴ്ച പുറത്തു പോകുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റുകൾ ഉണ്ടാകുന്നത്. ഇപ്പം ജിൻഡോയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ജിൻഡോയും ജാൻമണിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുകയും അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്ന വലിയൊരു സപ്പോർട്ട് ജാൻമണി എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇനി ജിൻഡോയുടെ ഗെയിമിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് ആളുകൾ കാണുന്നുണ്ടാവും. എന്തായാലും എല്ലാവരെയും പുറത്തു വിടാനുള്ളതാണ്. ഇപ്പോൾ ഇത്ര ഒരു 7ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇനിയും ആളുകളെ പുറത്തു വിടാതെ അവിടെ നിർത്തി വെച്ചിട്ട് എന്താണ് കാര്യം എന്നറിയില്ല. പ്രേക്ഷകർക്ക് മൊത്തത്തിൽ ആ ഒരു കാര്യത്തിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് വന്നിട്ടുള്ളത്. പുറത്ത് ആരെങ്കിലുമൊക്കെ പുറത്താക്കണമായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ പലരുടെയും ഗെയിം എക്സ്പോസ്ഡ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഉടനെ തന്നെ 50ാമത്തെ എപ്പിസോഡിലേക്കൊക്കെ പോവാണ് ബിഗ് ബോസ്. അപ്പോൾ ഈ 50ാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ കളി പകുതി ആവുന്ന സമയത്തും നോർമലി എല്ലാ സീസണുകളിലും 20 പേരാണ് കണ്ടസ്റ്റൻസുകൾ ഉണ്ടാവുക. ഇപ്പം നിലവിൽ 19 പേര് ആ വീട്ടിൽ തന്നെ ഉണ്ട്. 50ാമത്തെ എപ്പിസോഡിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പം ഇത്തവണത്തെ എവിക്ഷൻ ഒരാളെ കൂടി പുറത്ത് വിടുമെന്ന് പറഞ്ഞ് അത് വിടാതിരുന്നതൊക്കെ ഒരുതരം മോശമായിട്ടുള്ള ഒരു കാര്യമായി പോയി. ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുള്ള മോശമായ നിലപാടായി പോയി. പ്രേക്ഷകർക്ക് അധികം ആളുകൾക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.